വണ്ടി ബസ് ഇതൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ട്രെയിനൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നു വരാൻ തോന്നിയത് എന്താ സംഭവം? പക്ഷേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിമിത്തം എന്ന് പറയുന്നത് ഭാരത പര്യടനത്തിന് എനിക്ക് ടൂർ സ്പോട്ടുകളൊന്നുമില്ല. ചെറുപ്പത്തിൽ ഗോവയ്ക്ക്, പിന്നെ ബാംഗ്ലൂർ, ഡൽഹി, അങ്ങനെയുള്ള പൊളിയായിരുന്നു. ലൈഫ് ശിവന്റെ മാർഗത്തിലൂടെ പൊളിച്ച് നടക്കുന്നു, അങ്ങനെയും പറയാം. പ്രയാഗിൽ തന്നെ നമ്മളിന്നൊരു അതിഥിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ വന്ന ഒരു സാധകനാണ്. പരിചയപ്പെടുത്തരാം. വിഷ്ണു. ഹര ഹർ മഹാദേവ്. വിഷ്ണു ഇവർ നടന്നു വന്നിരിക്കുന്നതാണ് ഇവിടേക്ക്. സ്വാമി അല്ല, ഇപ്പം ബ്രഹ്മചാരി എന്ന് പറയാൻ പറ്റില്ല. ഒരു യാത്രയാണ് ഈ പ്രയാഗിലൂടെ. പ്രയാഗ് മാത്രമല്ല, മൂകാംബിക തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലൂടെ നടന്നു വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇതാ എന്താ സ്വാമിന്ന് വിളിക്കാൻ പറ്റില്ല, എന്ത് വിളിക്കുന്ന സുഹൃത്ത്, എന്ത് വേണമെങ്കിലും വിളിക്കാം സ്വാമിനിപ്പോൾ. പറയാം, വിഷ്ണു എന്ന് വിളിച്ചോളൂ. വിഷ്ണു എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണെങ്കിൽ നടന്നു വരാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് എന്ത് ഈ വണ്ടി ബസ് ഇതൊക്കെ ഉള്ള കാലഘട്ടത്തിൽ, ട്രെയിനൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നു വരാൻ തോന്നിയത് എന്താ സംഭവം? എന്തെങ്കിലും ഒരു ഉൾവിളിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രേരണയോ അങ്ങനെ എന്തെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ സാധാരണ രീതിയിലുള്ള യാത്രകൾ, ഫ്ലൈറ്റ്, ട്രെയിന്, ബൈക്ക്, കാർ, ഇതെല്ലാം നമ്മൾ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. വളരെ ചെറുപ്പം മുതലേ യാത്ര തുടങ്ങിയതാണ്. അപ്പോൾ ഫ്ലൈറ്റിലായിരുന്നു 2013 ഡൽഹിയിൽ പോയത്. പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കോവിഡിന് ശേഷം 2 വർഷത്തിൽ വീട്ടിൽ 2 കാറുണ്ട്. അതിൽ 35,000 കിലോമീറ്റർ 2 വർഷത്തിൽ കേരളത്തിൽ മാത്രം സഞ്ചരിച്ച ആളാണ്. ഒരൊറ്റ ബൈക്ക് റൈഡിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് 9,000 കിലോമീറ്റർ യാത്ര ചെയ്ത. അപ്പോൾ ഇതൊരു പുതിയൊരു അനുഭവം തേടിയുള്ള ഒരു യാത്രയാണ്. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ചെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏകദേശം എല്ലാ ടൂർ സ്പോട്ടുകളും ഞാൻ പല രീതിയിൽ ഫ്ലൈറ്റിലും ട്രെയിനിലും ആയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ 1-2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലുണ്ടായിരുന്നു. ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നൊക്കെ പറഞ്ഞ് ഷട്ടിൽ ചെയ്ത് വർക്ക് ചെയ്ത് നടക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു യാത്രയിൽ പാലക്കാട് നിന്ന് സെപ്റ്റംബർ 18 യാത്ര തിരിച്ച്. ഇന്നിപ്പോൾ ഏകദേശം 4 മാസവും 10 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഈ 4 മാസം ഇങ്ങനെ ഒരു യാത്ര, എത്ര ദൂരം യാത്ര കാൽനടയായി വരാനുണ്ടായ ഒരു കാരണം അതെന്താണ്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്, അതൊരു ഭാരത പര്യടനം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെതായ രീതിയിൽ വീട്ടിലുള്ള ഒരു ബൈക്കുണ്ട്, ഹിമാലയയിലാണ്. അതെടുത്ത് ഒരു ഗുരുജീനെ അന്വേഷിച്ച് ഞാൻ ഒരു യാത്ര തിരിച്ചു. അപ്പോൾ പല സ്ഥലങ്ങളും പോയി, പല ആശ്രമങ്ങളും പോയി, ഗംഗോത്രി വരെ പോയി. അടച്ചിട്ട പൂർണ്ണമായും മഞ്ഞിലൂടെയുള്ള യാത്രയൊക്കെ നടത്തി. അവിടെ വരെ പോയിട്ട് നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കാശി എത്തി. അവിടെ നിന്നും തുടക്കത്തിൽ നിരാശയായിരുന്നു. പക്ഷേ കാശി വിശ്വനാഥ ദർശനത്തിന് ശേഷം വല്ലാത്തൊരു എനർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു സാധുവിനെ വളരെ യാദൃശ്ചികമായ ഒരു നിമിത്തം പ്രകാരം കണ്ടുമുട്ടിയത്. അപ്പോൾ പുള്ളി എന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം പുള്ളി വെറും 3 മണിക്കൂർ മാത്രമേ ഉറങ്ങത്തുള്ളൂ. രാത്രി 1.5 മണിക്കൂറും പകൽ 1.5 മണിക്കൂറും. അപ്പോൾ ഇത് എനിക്കും പഠിപ്പിച്ചു തരുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി നമ്മളെ നിരസിച്ചു. നിനക്കൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യുന്നു ചോദിച്ചു. അത് വേറെ കാര്യമാണെന്ന് വെച്ചാൽ, ആ വേറെ കാര്യം തന്നെയാണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ നീ അവിടെ നിന്നാണ് പിന്നെ സംവാദമായി. അങ്ങനെ 3 ദിവസം നമ്മളൊരു പട്ടിയേക്കാൾ വളരെ മോശമായ രീതിയിൽ നമ്മൾ പുള്ളിയുടെ പുറകെ നടന്ന് അവസാനം പഠിപ്പിച്ച് തരാം എന്നുള്ളൊരു നിലവിലേക്ക് നമ്മൾ അവരെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ എത്തിച്ച് ഒരു യാത്ര 6 മാസത്തോളം പഠനത്തിന് വേണ്ടി കാശിയിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ യാത്ര അവിടെ തിരിച്ചു വന്നു. പിന്നെ തിരിച്ചു ബൈക്കിൽ അങ്ങനെ തിരിച്ച് പിന്നെ കർണാടകവും തമിഴ്നാടും കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയൊക്കെ സന്ദർശിച്ച് തിരിച്ച് പാലക്കാട് തന്നെ വന്നു. പിന്നെ തിരിച്ചെത്തിയതിന് ശേഷം പിന്നെ സ്വാമി വിളിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? എങ്ങനെയാണത്? ഞാൻ പുള്ളിയെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ മഴ കഴിയട്ടെ, വെയിൽ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഓണത്തിൻ്റെ സമയമാകുമ്പോൾ പുള്ളി ഏകദേശം സൂചന തന്നു. ആ സമയം ഏകദേശം ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഓണം കഴിഞ്ഞ് യാത്ര തിരിക്കാമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ആ ദിവസം പൗർണമിക്കായിരുന്നു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നാൽ പോന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന് മുമ്പ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു, പൈതലാവുകേ ബഹുത് ആനന്ദായേക. പുള്ളി ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മലയാളം അറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ അറിയോ? പുള്ളി 40 വർഷം കാൽനടയായി ഭാരതം മുഴുവൻ, ഭാരതം മാത്രമല്ല പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് 3 തവണ കൈലാസത്തിലോട്ട് നടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ശിവഭക്തനാണ്. അപ്പോൾ
എന്നോട് നടന്നു വരുമോ, ഭയങ്കര സന്തോഷം തോന്നുന്നു പറഞ്ഞു. ഞാനിനി സന്തോഷിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആനന്ദം കാണാൻ. അപ്പോൾ സ്വാമി ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, എന്തായാലും എന്നെ കാണാൻ വരികയാണെങ്കിൽ നടന്നു വരാൻ പറഞ്ഞോ? അങ്ങനെയല്ല, നടന്ന് വരുമോ, ഭയങ്കര സന്തോഷം തോന്നുന്നു പറഞ്ഞു. അപ്പം എന്നിട്ട് നിർബന്ധമൊന്നും പറഞ്ഞില്ല, നിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു. ഞാൻ പിന്നെയാണ് ആലോചിച്ചു, ഒരു മാസത്തോളം ഇരുന്നല്ല കിടന്നും എല്ലാ തലകുത്തി നിന്നിട്ട് ആലോചിച്ചു. ശീർഷാസനമൊക്കെ ചെയ്യുന്ന 15 വർഷം യോഗയൊക്കെ പഠിക്കുന്ന. പക്ഷെ അമ്പലത്തിലോട്ട് പോകുക എന്നുള്ളൊരു ചടങ്ങ് നമ്മളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലൊക്കെ നിരീശ്വരവാദി മാത്രമല്ല, ദൈവ നിഷേധി കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് ഈ ഭാരത പര്യടനത്തിന് എനിക്ക് ടൂർ സ്പോട്ടുകളൊന്നുമില്ല. ചെറുപ്പത്തിലെ ഗോവയ്ക്ക്, പിന്നെ ബാംഗ്ലൂർ, ഡൽഹി, അങ്ങനെയുള്ള ഇനി ലൈഫ് ശിവന്റെ മാർഗത്തിലൂടെ പൊളിച്ച് നടക്കുന്നു അങ്ങനെയും പറയാം. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമ കണ്ടിട്ട് എനിക്ക് നിരാശയായിരുന്നു തോന്നിയത്. കാരണം ഞാൻ ബാംഗ്ലൂർ ആസ്വദിച്ചതിൻ്റെ 10-1 പോലും അതിലില്ല. പിന്നെയാണ് മനസ്സിലായത് അത് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്, അതൊരു കൊമേഴ്ഷ്യലി സക്സസ് ആക്കാൻ നോക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ എക്സ്ട്രാ ഓർഡിനറി ലൈഫല്ല അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഒരു വല്ലാത്തൊരു ആനന്ദത്തിൻ്റെ എന്താ പറയുക, എനിക്കങ്ങനെ വീട്ടിൽ ബാധ്യതകൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നല്ല സാലറി ഉള്ള കമ്പനികളിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസത്തിന് പോലും 400 രൂപയായിരുന്നു. പിന്നെ യാത്രയ്ക്ക് നമുക്കൊരു 30,000 രൂപ വരെ ഒരു മാസത്തിന് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ സാലറി എന്ന് പറഞ്ഞാൽ 7 ഫിഗേഴ്സിലായിരുന്നു. അപ്പോൾ സാമ്പത്തികമായ നമുക്കൊരു പ്രയാസമോ ആസ്വദിക്കാൻ നമുക്ക് കാശൊരു തടസ്സമായിരുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ളത് എന്തും വാങ്ങി നടക്കാം, അല്ലെങ്കിൽ എന്തും ആസ്വദിച്ച് നടക്കാം. അപ്പോൾ നമ്മൾ ഈ അവിടെ നിന്ന് ഇങ്ങോട്ടില്ലേ യാത്രയിലുള്ള അനുഭവം സ്വാമീനെ പരിചയപ്പെട്ടു അല്ലേ? സിയാറാം ബാബ. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഈ യാത്ര തുടങ്ങിയ ശേഷം എല്ലാം ഒരു നിമിത്തം പോലെ തോന്നും. ഇപ്പം നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ച പോലെ ഒരു നിമിത്തമായിരിക്കാം. പക്ഷേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിമിത്തം എന്ന് പറയുന്നത്, ഞാൻ ഈ ഓംകാരേശ്വർ ക്ഷേത്രത്തിലോട്ട് എൻ്റെ അടുത്ത് ഗുരുജി സന്ദർശിക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ ഓരോ ആശ്രമത്തിലും നിന്ന് പോയാൽ മതി. സാധാരണ ഒരു ദിവസം 30-35 കിലോമീറ്റർ, ചിലപ്പോൾ 40 കിലോമീറ്റർ വരെ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ നടന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് പലരും ഇങ്ങനെ സിയാറാം ബാബയുണ്ട്, പുള്ളി വളരെ വയ്യാതെ, പ്രായം ഒരുപാടായി, പുള്ളി എപ്പോൾ വേണമെങ്കിലും ശരീരം ഉപേക്ഷിക്കുന്നുള്ള ഒരു നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുജീനോട് പറഞ്ഞപ്പോൾ ആ പുള്ളിക്ക് അറിയാം, എന്തായാലും അവിടെ പോയി സന്ദർശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴാണ് അവിടെ എത്തിയത്. ഒരു 7 മണിയാകുമ്പോൾ വലിയ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കണ്ട ഉടനെ ഈ രൂപമൊക്കെ കണ്ടിട്ടാവാം, വലിയ ബാഗും ഇതൊക്കെ തൂക്കി നടക്കുന്നത് കണ്ടാം, അവർ വേഗം വിളിച്ച് ദർശനം കഴിഞ്ഞു. പിന്നെ ഞാൻ അധികം അവിടെ നിൽക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. കാരണം അത്രയും വയ്യാതെ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്ന് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആ ഗുരുജി പറഞ്ഞു, അന്ന് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ആ രാത്രി അവിടെ നിന്ന് രാവിലെ നേരത്തെ എണിച്ച് യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് കാശി എത്തണം. എനിക്ക് സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ 4-5 മണിക്കൂറിൽ എത്തുന്നതാണ് ഇപ്പോൾ 4 മാസമായിട്ടും പ്രയാഗത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് യാത്ര രാവിലെ തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ അന്ന് നല്ല മഞ്ഞും തണുപ്പുമായിരുന്നു. അപ്പോൾ പതുക്കെ ഉണർന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ യാത്ര തിരിക്കാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് തയ്യാറെടുക്കുമ്പോഴാണ് പുള്ളി ശരീരം ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നത്. സമാധിയായി. അപ്പോൾ അത് സമാധിയായി എന്ന് പറയാനുള്ള ഒരു വേറൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ അന്ന് മോക്ഷ ഏകാദശിയാണ്. ഏകാദശിയിൽ സമാധിയായി സ്വാമി, അതും സ്വാമിയുടെ അടുത്തിരുത്തി സമാധിയായി. അപ്പോൾ മോക്ഷ ഏകാദശി ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് 6:20 ആ സമയത്തായിരുന്നു പുള്ളി ശരീരം ഉപേക്ഷിച്ചത്. അതിനുശേഷം ഞാൻ ആ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ തിരക്കിലല്ല ഉണ്ടായിരുന്നത്. ഞാൻ ആ പുള്ളിയുടെ ഭൗതിക ശരീരം വെച്ചതിൻ്റെ തൊട്ടടുത്തായിരുന്നു. മണിക്കൂറുകളുള്ള ഏകദേശം 8 മണിക്കാണ് പുള്ളിയുടെ ഭൗതിക ശരീരം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഞാൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി വരുന്നത് വരെ ഞാൻ ആ ഭൗതിക ശരീരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വരുന്നത്. ഇതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞു വെച്ചാൽ എൻ്റെ അമ്മ അതെല്ലാം വീട്ടിലിരുന്ന് ഫോണിൽ ലൈവിൽ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, നീ ആദ്യമായിട്ട് നീ ഇതുവരെ പോകാത്തൊരു സ്ഥലത്ത് നീ എങ്ങനെ അവിടെ ഇരിക്കുന്നു? ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് നീ എന്താ അവിടെ നിന്ന് മാറാത്തത്? എന്ന് പറഞ്ഞാൽ വലിയൊരു യോഗിയാണ്. സമാധി, അത് ആ സ്വാമിയുടെ സമാധി എന്ന് പറഞ്ഞാൽ അനേക ശിഷ്യന്മാരുടെ ഒരു സ്വാമിയാണ്. അവരെ സമാധിൻ്റെ അടുത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതൊരു സ്വാമിന്റെ ഭക്തനല്ലേ അല്ലേ? ഭയങ്കര സിദ്ധനാണ്. അങ്ങനെ ഒരു സ്വാമിയുടെ അടുത്തുള്ള സമാധി എന്താ വെച്ചാല് ഒരു എന്താ പറയാ, അതൊരു വല്ലാത്തൊരു നിയോഗമാണ്, ഭാഗ്യം. അതിനും വലിയ ഭാഗ്യം എന്ത് കിട്ടാനാണ്. അതെ. അപ്പോൾ ഇനിയുള്ള ഇതിപ്പോൾ ഇവിടെ എത്തി, പ്രയാഗിൽ നമ്മളെ ഒരു കേരളത്തിലെ സ്വാമിമാരുണ്ട് ഇവിടെ കുറച്ച്. അപ്പോൾ ഒരു ആശ്രമത്തിൽ വന്നതാണ്. ഇവിടെ കുറച്ച് ദിവസമായില്ലേ?
ഞാനിവിടെ 27-ാം തീയതി പ്രദോഷത്തിനാണ് എത്തിയത്. അതും ഒരു നിമിത്തമായിട്ട് കണ്ട് എനിക്ക് വലിയൊരു സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനുശേഷം 29-ാം തീയതി മൗനി അമാവാസ്യയാണ്. ആ ദിവസം 3 മണിക്ക് പ്രയാഗിലെ സംഗമത്തിൽ പോയി കുളിക്കാനുള്ള സ്നാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ 3-ാം തീയതി വസന്ത് പഞ്ചമി വരുന്നുണ്ട്. ആ സ്നാനവും കഴിഞ്ഞിട്ടായിരിക്കും കാശിയിലോട്ടുള്ള യാത്ര തിരിക്കുക. കാശിയിലേക്കുള്ള യാത്ര, അവിടെ നിന്ന് ഗുരുവിനെ കണ്ട് കുറച്ചു കാലം അവിടെ ഉണ്ടാവുമായിരിക്കും അല്ലേ? 6 മാസത്തോളം പഠനം ഉണ്ടാവും. അതിനുശേഷം ശേഷം എന്താവും, വിവാഹം കഴിക്കണോ എന്ന് തീരുമാനിക്കുമോ? എന്താ വെച്ചാൽ വിവാഹമൊന്നും ഇതിനൊരു വിഘ്നമല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അല്ല, പണ്ടും. അപ്പം ഗുരു എന്താ പറയുന്നത് അതുപോലെയാണ്. പക്ഷേ ഇയാളെ തീരുമാനം വിവാഹം കഴിക്കണം എന്നാണോ അല്ലേന്ന്, എന്താണ് സംഭവം? എല്ലാത്തിനും ഉത്തരം കാലം നൽകും. അതെ, എൻ്റെ അഭിപ്രായം വിവാഹം കഴിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് വീഡിയോയിൽ പറയാം. എന്തോ മുടിയൊക്കെ വളർത്തി കണ്ടിട്ട് സാധ്യതയില്ലാത്ത പോലെ. ജയ് ശ്രീറാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ അപ്പോൾ ഹർ ഹർ മഹാദേവ്. ജയ് ശ്രീറാം.